പെന്തക്കോസ്തുകാരുടെ മിക്കവാറും എല്ലാ വിദ്യാർത്ഥി യുവജന ക്യാമ്പുകളും അവസാനിപ്പിക്കുന്നത് കാത്തിരിപ്പ് യോഗത്തോടെ. പല സഭകളിലും പ്രത്യേക യോഗങ്ങൾ അന്യഭാഷ അടയാളത്തോടെ വിശ്വാസികൾ ആത്മാഭിഷേകം പ്രാപിക്കാനായി നടത്താറുണ്ട്. ഏതെങ്കിലും ഒരാൾ പ്രസംഗിക്കുന്നു, ഏത് വിഷയവുമാകാം. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം അരമുക്കാൽ മണിക്കൂർ നീണ്ട ആരാധനയാണ്. ഉപകരണങ്ങളുടെ സഹായത്തോടെ വളരെ കോലാഹലത്തോടുകൂടെയുള്ള ഒരു ചിട്ടയുമില്ലാത്ത സംഗീതമാണ് ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഉന്മാദാവസ്ഥയിലോ അല്ലാതെയോ എന്തെങ്കിലും ശബ്ദങ്ങൾ ഉച്ചരിച്ചാൽ അത് അന്യഭാഷയായി കരുതി അതോടെ ആത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇന്ന് പൊതുവെ കണ്ടുവരുന്ന രീതി. ഈ രീതി വർഷങ്ങളായി തുടർന്നു വരുന്നതാണ്. ഒരുപക്ഷെ ഇത് കാണുന്നവർ പലരും ഈ വിധത്തിലുള്ള ആത്മാഭിഷേകമായിരിക്കാം പ്രാപിച്ചത്. പക്ഷേ എന്തായിരുന്നു ആദ്യകാലത്തെ കാത്തിരിപ്പ് യോഗങ്ങൾ? ദൈവാത്മാവിൻ്റെ ഒരു പുതിയ സന്ദർശനത്തിനായി ദൈവജനം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന യോഗങ്ങളായിരുന്നു കാത്തിരിപ്പ് യോഗങ്ങൾ. ആ യോഗങ്ങളിൽ ദൈവാത്മാവ് വിശ്വാസികളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അന്യോന്യം ചെയ്ത തെറ്റുകൾ വിശ്വാസികൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. സ്വയം ചെയ്ത തെറ്റുകൾ ഏറ്റുപറയും. ചിലർക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത തെറ്റുകൾ ബോധ്യപ്പെടും. കേരളത്തിലെ പെന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ ആദിമ പ്രവർത്തകനായിരുന്ന പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ എളിയദാസൻ എന്ന ആത്മകഥയിൽ സൂചിപ്പിക്കപ്പെടുന്ന ഒരു സംഭവം. ഒരു സഭയിൽ കാത്തിരിപ്പ് യോഗം നടക്കുകയായിരുന്നു. അനേകം വ്യക്തികൾ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിക്കുന്നു. പക്ഷെ ഒരാൾ എത്രയൊക്കെ തന്നെ താഴ്ത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടും ഫലം കാണുന്നില്ല. പക്ഷെ ഒരു ദിവസം അയാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കന്നുകുട്ടി അഥവാ ഒരു വളർത്തു മൃഗത്തിൻ്റെ കുട്ടിയെ മനസ്സിൽ കണ്ടു. അയാൾ ലോകത്തിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. തൻ്റെ അയൽക്കാരനെ കണ്ടു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ കന്നുകുട്ടി തൻ്റെ പറമ്പിലേക്ക് കയറി വന്നതും താൻ അതിനെ കല്ലെറിഞ്ഞപ്പോൾ അത് ചത്തുപോയതും അതിനെ ആരും അറിയാതെ മറവ് ചെയ്തതും അതിനെ അന്വേഷിച്ച് നടന്നവരുടെ കൂടെ ചേർന്നതും ഒക്കെ കണ്ണീരോടെ വിവരിച്ചു പറഞ്ഞു. അന്ന് പോയ തെറ്റ് തന്നോട് ക്ഷമിക്കണമെന്നും താൻ അതിന് നഷ്ടപരിഹാരം എന്താണെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞു. അതിനുശേഷം തിരികെ യോഗസ്ഥലത്ത് വന്നു. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിച്ചു. അതായിരുന്നു കാത്തിരിപ്പ് യോഗങ്ങൾ. മറന്നുപോയ അഥവാ സാരമില്ലെന്ന് കരുതി തള്ളിക്കളഞ്ഞ പാപങ്ങൾ, ദൈവനീതിക്കുള്ള ദാഹം, ഇതൊക്കെയായിരുന്നു കാത്തിരിപ്പ് യോഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇന്നോ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ എല്ലാവരും ബഹളം വെക്കുമ്പോൾ ചേർന്ന് ആ ബഹളത്തിൽ ചേർന്ന് എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉച്ചരിച്ചതായിരുന്നു നിങ്ങൾ പ്രാപിച്ച ആത്മാനുഭവം? അതോ ആത്മാർത്ഥമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിൽ പുതുക്കം പ്രാപിച്ചതാണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക.